നവീൻ പട്നായിക് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഒഡീഷയിൽ BJD അധികാരത്തിലേക്ക് തിരികെ വരുമെന്നും അതിന് ജനങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമെന്നും അതിന് 5 കൊല്ലത്തെ കാലാവധിയൊന്നും വേണ്ട എന്നും BJP സർക്കാർ താനെ നിലംപതിക്കുന്നത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂവെന്നും അതിന് മാസങ്ങൾ മാത്രം ഇനി മതിയെന്നുമാണ് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നവീൻ പട്നായിക് പറയുന്നത്. ഇത് പറയുന്ന ഓരോ സമയത്തും BJPയുടെ ചങ്കിൽ തീയാണ്. കാരണം BJPക്ക് തന്നെ നന്നായി അറിയാം നവീൻ ബാബു എന്ന അതികായനായ രാഷ്ട്രീയ നേതാവിനെ ഒരു കാരണവശാലും പിണക്കാൻ പാടില്ലായിരുന്നുവെന്ന്. ഒഡീസയിൽ അധികാരം കിട്ടിയെങ്കിൽ പോലും രാജ്യസഭയിൽ BJD MPമാർ തീർച്ചയായും BJP വിരുദ്ധതയായിരിക്കും ഇനി നിലപാടിൽ കൃത്യമായി എടുക്കുക എന്ന് BJP നേതാക്കൾക്കറിയാം. നിലവിലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സംബൽപൂരിൽ നിന്നും ജയിച്ച ധർമ്മേന്ദ്ര പ്രധാൻ നിരവധി അനുനയ ചർച്ചയുമായി നവീൻ പട്നായിക്കിനെ കാണുമ്പോഴും കൃത്യമായി നവീൻ പട്നായിക്കിൻ്റെ സ്റ്റാൻഡ് എന്തുമാത്രം വലുതാണ് എന്നുള്ളത് കൃത്യമായി തന്നെ നവീൻ പട്നായിക്കിൻ്റെ രാഷ്ട്രീയ രീതി നോക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒഡീസയിൽ അധികാരം BJP നേടിയെടുത്തതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. പാണ്ഡ്യനാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ നടത്താൻ പോകുന്നതെന്നും നവീൻ പട്നായിക് വെറും കളിപ്പാവയായിരിക്കുമെന്നും ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് BJP അധികാരത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ പാണ്ഡ്യൻ എന്ന നേതാവിനെ പോലും ആരും ഓർക്കുന്നില്ല. BJDയിൽ പാണ്ഡ്യൻ ഒരു രീതിയിലും അവിടെ സ്വാധീനം ചെലുത്താൻ നവീൻ ബാബു സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള നിരവധിയായ കെട്ടുകഥകൾ പറഞ്ഞാണ് ജനങ്ങളെ അവിശ്വസിപ്പിച്ച് BJDക്കെതിരെ BJP തിരിച്ചത്. അതുമാത്രമല്ല, നവീൻ പട്നായിക്കിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നും അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഒക്കെ പറഞ്ഞു പരത്തിയവർ അങ്ങനെ പരദൂഷണം പറഞ്ഞും ഇല്ലാത്ത പല കാര്യങ്ങളും ഊതി വീർപ്പിച്ചുമാണ് BJP അവിടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. എന്നാൽ രാജ്യസഭയിൽ BJPയെ ഒരു കാരണവശാലും പിന്തുണയ്ക്കരുത്. BJPയെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന ഓരോ അവസരവും പരമാവധി വിനിയോഗിക്കണമെന്നും അവിടുത്തെ MPമാർക്ക് നിർദ്ദേശം നൽകി. ഒഡീസയിൽ കോൺഗ്രസും BJPയും ഒരുമിച്ച് നിൽക്കുമെന്നും മാത്രമല്ല, ഇനി അവിടെ രാജ്യസഭാ സീറ്റിലേക്ക് ഒഴിവ് വരുമ്പോൾ കോൺഗ്രസ് MPയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനവും BJD കൈക്കൊള്ളുമെന്നും നവീൻ പട്നായിക് വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ 51 സീറ്റുകൾ BJDക്കും കോൺഗ്രസ്സിന് 14 സീറ്റുകളുമാണ് ഉള്ളത്. തീർച്ചയായും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസും BJDയും സംയുക്തമായി സമാനതകളില്ലാതെ ഒത്തൊരുമിച്ച് നിൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. BJD MPമാർ കോൺഗ്രസിൻ്റെ സഹായത്തോടെ ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉറപ്പിച്ചിരിക്കുന്നു. അത് BJDക്ക് ഉണ്ടാക്കുന്ന ശക്തി എന്നത് വളരെ വലുതു തന്നെയാണ്. BJDക്ക് കൃത്യമായി അറിയാം ഒഡീസയിൽ എങ്ങനെ കളികൾ കളിക്കണമെന്ന്. BJP അധിക നാൾ മുന്നോട്ട് പോകില്ല. ഭരണപരിചയമില്ലാത്ത നേതാവായതുകൊണ്ട് തന്നെ BJPയുടെ മുഖ്യമന്ത്രി ഇനി അധിക നാൾ മുന്നോട്ട് രാഷ്ട്രീയം കളിക്കാൻ കഴിയില്ല എന്നാണ് നവീൻ ബാബു പറഞ്ഞിരിക്കുന്നത്.